As we all know, Canada took new steps to protect international students and to reduce the migration rate. We can totally understand the current scenario which is affecting your service to the Canada aspirants. So here we have arranged a virtual interview event regarding the current changes and new updates of Canada. So I would like to invite you all to the webinar on how to migrate to Canada with the changing laws. The session leading by Mr. Shailesh Vashisht and Dr. Vinodkumar TA. So I'd like to welcome International Career Counselor, Director and Chairman of GREENWORLD International, Dr. Vinodkumar TA to this webinar. Thank you. Thank you very much. Next, I would like to welcome... Yes, sir. Okay. Next, I would like to welcome RCIC IRB registered Canadian immigration consultant, Mr. Shailesh Vashisht to this webinar. Very good evening to all. Am I audible? My voice is clear? Yes, sir. Thank you. Thank you very much. Thanks a lot. എന്തായാലും എല്ലാവരെയും നമ്മുടെ ഒരു വണ്ടർഫുൾ ഈവനിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് ആണ്, അല്ലേ? നമ്മൾ മാത്രമല്ല, നമ്മളുടെ ഈ ലോകം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു എല്ലാവരും, എവരി മാൻ, അത് ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് ആണ്, അവസരങ്ങളെ തേടുകളാണ്, അല്ലേ? എവിടെയാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി? അതിപ്പം മനുഷ്യരാണെങ്കിലും ശരി, എന്താ പറയുക, മൃഗങ്ങളാണെങ്കിലും ശരി. ഇപ്പോൾ ഒരു ഈവൻ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗമാണെങ്കിൽ പോലും, ഒരു പശു എക്സാമ്പിൾ, ആ ഒരു പുല്ല് അപ്പുറത്ത് പച്ചപ്പുണ്ടോ എന്ന് തേടി പോകും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കാലത്ത് ലോകം മുഴുവൻ നമ്മുടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സിറ്റിസൺ തോട്ടിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? പണ്ടത്തെ കാലത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഭാഷയുടെ പേരിലും ജാതിയുടെ പേരിലും രാജ്യത്തിന്റെ പേരിലും ഒക്കെ നമ്മളെ കീറി മുറിച്ച് കിട്ടും. പക്ഷെ ഇന്നത്തെ ലോകം അങ്ങനെയല്ല. ഗ്ലോബൽ മുഴുവൻ, ഈ ഗ്ലോബ് മുഴുവൻ, ഭൂമിയുടെ അങ്ങേ അറ്റം വരെ നമ്മളുടേതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസോടെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് പുതിയ തലമുറ, പ്രത്യേക എസ്പെഷ്യലി നെറ്റിസൺസ് ആണ് അവരെ വിളിക്കുന്നത്. നെറ്റുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ, നമ്മൾ പോലും അതിനുള്ള എക്സാമ്പിൾ ആണ്. നമ്മളിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നിട്ട്, ഭൂമിയുടെ അപ്പുറത്തിരുന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്, ശൈലേഷ് വേറൊരു സ്ഥലത്തിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു ലോകം മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് ഒതുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്ത് ഈ ലോകത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മളൊന്നും അറിയാതിരുന്ന് നമ്മൾ പലരും ഇന്ന് തട്ടിക്കപ്പെടുക, അല്ലെ വെട്ടിക്കപ്പെടുകയാണ്, അല്ലേ? അപ്പം ഇന്ന് നമ്മളിവിടെ നമ്മുടെ ഗ്രീൻവെൽ ഇന്റർനാഷണൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദ കമ്പനി ഇൻഫോ പാർക്കിലുള്ള ഒരു വലിയ ഗ്ലോബൽ MNC ആണ്. ഇന്ന് 5 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. ഇന്ന് 1000-ഓളം ആളുകൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ എന്താ പറയാ, ഒരു ഫേമാണ്. അപ്പൊ ഈ ഒരു ഫേമിലേക്ക് കാനഡ എന്ന് പറയുന്ന ഒരു കൺട്രി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിൽ നമ്മുടെ വേണമെങ്കിൽ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ 15ാമത്തെ സ്റ്റേറ്റ് എന്ന് വേണം വിശ്വസിപ്പിക്കാം. അത്രയും കൂടുതൽ ആളുകൾ പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രിയാണ് കാനഡ എന്ന് പറയുന്നത്, അല്ലേ? കാനഡ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം നമുക്ക് കാനഡയെ ഇത്ര ആളുകൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വേൾഡ് ക്ലാസ് ലെവലാണ്. പിന്നെ എന്താ പറയാ, ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. പിന്നെ ഫാമിലിയുടെയുള്ള ലൈഫ്, അതായത് ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ്, അതായത് മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താണ്? വർക്കും ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് സൂപ്പറാണ്. ക്ലൈമറ്റ് വളരെ സൂപ്പറാണ്. പിന്നെ വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പം അവരുടെ അധ്വാനിക്കുന്നല്ല, അവരുടെ ആനുപാതികമായിട്ടുള്ള എന്താ പറയുക, റവന്യൂ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ റിസൾട്ട് തരുന്ന ഒരു കൺട്രിയാണ്. ഏറ്റവും ഞാൻ ലൈക്ക് ചെയ്യുന്ന ഒരു കാര്യം വർക്ക് ലൈഫ് ബാലൻസ് ആണ്. വർക്കും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്ത് ഈ ലോകം നമുക്ക് സന്തോഷിച്ച് ജീവിക്കാനുള്ള, അല്ല ടെൻഷനുള്ള ഒരു ജീവിതമല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാനഡ എന്ന് പറയുന്ന കൺട്രിയിൽ അത് അട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് കാനഡയിൽ കുറേയധികം ചേഞ്ചസ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പലരുടെയും ധാരണ, ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്, കാനഡ സ്റ്റോപ്പായി, അല്ലെങ്കിൽ കാനഡയിൽ ഒന്നും നടക്കില്ല, കാനഡ എന്നുള്ള ഇനിയിപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതല്ല സത്യം. ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻസും നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റോങ് ആണ്. പക്ഷേ ഗുഡ് ഫയലിംഗ് ആണെങ്കിൽ, ഞാനാണ് പ്രത്യേകം എൻ്റെ റൈറ്റപ്പിൽ ഞാൻ ഇട്ടിരുന്നു, ഗുഡ് ഫയലിംഗ് ആണെങ്കിൽ കാനഡ ഇന്ന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, am I audible? Yes, audible.
താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിലും ഈ കാനഡ മൈഗ്രേഷൻ അല്ലെ എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഒത്തിരി ചൂഷണം ചെയ്യപ്പെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എലിജിബിലിറ്റി ഇല്ലാത്ത ഒരാളെ കൊണ്ടുവരികയും ഈ എലിജിബിലിറ്റി ഇല്ലാത്ത ആളുകളെ അവരുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവരുടെ നിന്ന് പണം വാങ്ങിയിട്ട് കുറെ നാളുകൾ അവരത് വെച്ചിരുന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് അവർക്ക് അത് അവരുടെ സമയവും സന്ദർഭവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇന്ന് കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ നമ്മളൊരു മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ലോയർ, നമ്മുടെ നാട്ടിൽ ഒരു ഹൈക്കോടതിയിൽ ഒരു വക്കീൽ വാദിക്കണമെങ്കിൽ എന്താണ്, ഒരു രജിസ്റ്റേർഡ് ആയിരിക്കണം അല്ലെ എന്ന് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള ആളുകളുടെ കൂടെ, കൺസൾട്ടൻസി അല്ല, ഒരു കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു IRCCയുടെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു RCICയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആരെന്ന് ചോദിച്ചാൽ ഞങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഗ്രീൻവെൽ ഇന്റർനാഷണലിലെ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാനഡ മൈഗ്രേഷനോട് അനുബന്ധിച്ചുള്ള എല്ലാ കുറേയധികം പേര് ഇത് ചെയ്തിട്ടുണ്ട്. അവരെ ഒന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ അഡ്മിറ്റ് ചെയ്യാണ് എല്ലാവരെയും. ആര് ഒരാളൊന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാൻ അൻഫിക്കെ പ്ലീസ് അവിടെ ഒന്ന് കുറച്ചു നേരം എടുത്തിട്ട് ഞാനൊന്ന് പ്രസന്റ് ചെയ്യുന്നതിന് വരെ ഒന്ന് ചെയ്തോളൂ. സ്റ്റാർട്ടിങ് അവിടെ ഒന്ന് ചെയ്തോളൂ. അൻഫിക്, ആം ഐ ഓഡിബിൾ? അവിടുന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ചെയ്യാം, കാരണം എനിക്ക് രണ്ടും കൂടെ നടക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഫയലിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വലിയ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്കറിയാം, ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആരെന്ന് ചോദിച്ചാല് കാനഡയിൽ നിന്നും മിസ്റ്റർ ശൈലേഷ് വാഷിത്താണ്. അദ്ദേഹം RCIC IRB-യുടെ രജിസ്റ്റേർഡ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ആണ് അദ്ദേഹം. കാരണം ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ലോയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു പല കാര്യങ്ങളും, അതായത് അദ്ദേഹത്തിന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, കനേഡിയ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്താണ് നമ്മുടെ കനേഡിയൻ ലോയർ. നമ്മൾ ഗ്രീൻവേൾഡ് ഇന്റർനാഷണൽ നമ്മുടെ എല്ലാ ഫയലുകളും ഈ ഒരു ലോയർ ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് എക്സ്പെഷ്യലി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് കൂടുതലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ തന്നെ കുറേയധികം നോർമലായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഞാൻ ശൈലേഷിനോട് ഞാൻ ചോദിക്കും. അതിനുശേഷം അദ്ദേഹം ഉത്തരം പറയും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഡൗട്ടുകൾ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾ ഈ ഡൗട്ടുകൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റൈറ്റ് അപ്പ് ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് അപ്പ് ചെയ്തിട്ടതിന് ശേഷം ഓരോരോ ചോദ്യത്തിന്റെ ഉത്തരം ലാസ്റ്റില് നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾക്ക് ഇത് തരികയും ചെയ്യും. എല്ലാത്തിൻ്റെയും ചോദ്യത്തിന് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്ലാറ്റ്ഫോം കാനഡയിൽ നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഇന്ന് ചോദിക്കാം. ടുഡേ ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നിങ്ങളുടെ ഓരോ ക്ലയന്റിനെയും, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓരോ ക്ലയന്റിനെയും അവരുടെ കനേഡിയൻ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ അന്നോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. അൻഫിക, ക്യാൻ യു ഷെയർ ദ പവർ പോയിന്റ്? Is it possible? Yes, sir. Please start. Let's start. ഇത് പവർ പോയിന്റ് ആയിട്ടില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെയാണ് ഇന്ന് ഇതിനകത്ത് ഉണ്ടാവുക. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാനഡയിൽ നിന്ന് തന്നെയാണ് മിസ്റ്റർ ശൈലേഷ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. നെക്സ്റ്റ് പേജ്. യെസ്, ഗ്രീൻവേൾഡ് ഇന്റർനാഷണൽ മിസ്റ്റർ ലോയറുമായിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻ പാർട്ണർഷിപ്പാണ് നമുക്കുള്ളത്. ലോയറുമായിട്ട് ഓൾ ഫയൽസ് നമുക്ക് ഈ ലോയർ ത്രൂ, ശൈലേഷ് ത്രൂ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പേജ്. ഹായ് മിസ്റ്റർ ശൈലേഷ്, ആം ഐ ഓഡിബിൾ? ഹലോ.
Mr. Shailesh, am I audible? Yes, you are audible. Yes, thank you. First of all, welcome you, sir, to our esteemed platform. I think near about 42 members are already in. I am giving a warm welcome to you. Thank you for the invitation, and I would like to work with all of you, all the members who are present for at this platform. My name is Shailesh Vashisht. I am an RCIC IRB in Canada, Toronto. And Dr. Vinod is our partner here in Canada for immigration purposes, and he manages South India. Thank you very much. So, Actually, Shailesh, actually, we are arranged this webinar as some question and answer section. First of all, I will ask a few questions to you, and please answer all these questions. At the time, everybody have some doubts and everything. They will write down all their doubts in chat box. At last, we will clear all the doubt of our. you're not audible at this point. Sorry. Am I audible? Yeah, now you're audible. Okay. अच्छा, ऐसे we are पहले कुछ डाउट्स मतलब कुछ क्वेश्चन आंसर जैसे जो ये जो वेबिनार ऐसे कुछ क्वेश्चंस पूछेगा, उसके बाद में आंसर देगा आप. बाद में लास्ट में इन लोगों का कुछ डाउट होगा, दे विल आंसर ऑल द क्वेश्चंस एट द एंड ऑफ दिस वेबिनार. वेयर इट इज इन बीच में कुछ डाउट होने से उन लोगों का क्या कर सकता है, वो राइट डाउन chat box, and we will answer all the question at the end of this meeting. Right? Let us start. Yeah. We can start that. You made a very exhaustive list, so that list would itself take about 2 hours to answer. It's a very. No worries. We will give a short brief regarding this. I know that, even though we will give a small brief about that. After that, बड़ा क्वेश्चन होने से, बड़ा डाउट होने से डेफिनेटली इन लोग हमारे पास आ जाएगा, क्योंकि सारा डाउट क्लियर कर, सारा कुछ भी डाउट कैसे भी हो जाएंगे ना, पूरा डाउट्स हमको इस वेबिनार में, स्मॉल वेबिनार में we are not able to clear all the doubts. So they will definitely come our platform, and we will clear all the doubts, and as well as we will do their application also, right? Okay. Yeah, no problems. Okay. First question is, आपने बताया, you said that IRCC and what is this? What is IRCC and what is IRB? What is the meaning of a certified Canadian immigration consultant? Can you explain this? Okay, so we are regulated Canadian immigration consultant. There's a body here in Canada which is called CICC, which regulates Canadian immigration consultants. And IRB are the person. There's a separate exam for writing, representing clients and different appellant authorities here in Canada. So there are 4 different authorities, which is Immigration Division, Immigration Appeal Division, Refugee Division, Refugee Appeal Division. So an IRB would be able to represent across the 4 tribunals in Canada for any kind of immigration issues related. There are litigations and stuff like that. So somebody is being deported, somebody's PR is being revoked, somebody's citizenship is being revoked due to misrepresentation or something else. So any immigration matter comes to these 4 divisions. So we don't have time to explain the role and each responsibilities of the division, but later on at some point we'll explain it. So what it means is basically we are not someone who do hanky-panky work. We are being regulated by an authority. We are learned people who knows and understands immigration laws, procedures, policies, and will guide you accordingly what current Canadian immigration law is and what future trends would be, in immigration aspect. That's what as RCIC IRB stands for.
Yes, thank you very much. And next question is, somebody asked me, we are telling we are the licensed certified. Is it, can we show this in our IRCC website? Yes, you can go on to CIC website, type in my name, and you will see my name over there with my company's information. So anybody can log into the website CIC.ca and they can see our name. So that's what it is. So we are displayed on the CICC website, and anybody can find us. Okay, thank you. Next question is, what are the works? I mean, what are the services we can do through our tie-ups? I mean, GREENWORLD and your firm name is Swagat. And what are the services of the Canada? I mean, we can do through these tie-ups. We can do anything related to Canadian immigration. We can do visitor visa, we can do work permits, we can do LMIAs, we can do business visas. If somebody is here and needs some refugee protection help, we can do that. If you have a client who's lost his immigration status, we can do his restoration. You can do family visas, spousal visas, dependent child visas, super visas, you name it. Whatever comes under Canadian immigration, we'll be able to help them out. You want to have some amendments of certain forms in immigration, you want to apply for your PR card, PR renewal issues. If you want to apply under express entry, you want to apply under federal skilled worker, you name it and we can do it. So there is whatever help you need with immigration, we'll be able to help you out and guide you. Thank you very much. It's a great news for us, our partners. Really wonderful. Next question. We will give a small explanations. I mean briefs about this, all this. ज़्यादा time तो नहीं है, लेकिन क्योंकि ये तो बड़ा subject है, फिर भी हम small explanation करेंगे क्या क्या type of visas है और क्या क्या उसमें कौन कौन normally कौन कौन eligible है, ऐसे कुछ doubts अभी पूछेंगे. First of all, we are going to our first question. Abhi, you know, in study permit, the main lot of changes are coming. Can you explain what are the main changes is happened in study permit? You know, a lot of the main 3 changes, I think, changes are happened in the latest last month. Can you explain this? Yeah, there has been certain changes as of today. Like when we speak, they are still under process right now. So the minister has announced that for undergrads, people who come after 12th grade, they will no longer be eligible for their spouse will no longer be eligible for spousal open work permit. They do not want to give work permits, postgraduate work permits to people who were into private and public partnership. But I would like to hold on to these. Everybody knows these changes. It's all over the news. But the big thing is that the minister has given some power to the provinces to decide until March 30th. So I would suggest everyone to hold on to this news until March 31st as the situation evolves. We will see what the provinces comes out, what changes the provinces brings out. So there may be certain changes by the provinces. So hold on to everything. I do not want to speculate what the new changes will be, but every province is going to bring out certain new rules related to the students. And once those rules comes out, we'll be immediately able to share it. All other information is also there on the website, so do not speculate. Just hold on until some more time, and as the provinces start giving in their inputs, we will be able to share what kind of cap they have, what kind of students they want for undergrad, for postgraduates, if there is any limit. So there will be a lot of changes in the coming weeks. So just hold on. That's what I would say for right now. अच्छा, इसका मतलब it means
a lot of changes also coming in coming days, right? Yes, yes. The minister has asked all the provinces to make and frame certain rules and procedures for the new, before 30th March. So what's going to happen is every province will try to do their own way how to recruit students. Some will say, first give international students the housing facilities. Some would like to get skilled worker students priority. So these are going to come. So we cannot speculate right now what changes are going to come. So we'll hold on until 30th March, and we'll say if we can still take on students who come after 12th, they will be eligible for PGWP. Certain provinces might allow. So we are just not saying anything right now. We're just holding on because it's going to be provincial matters now. Yes, that's great. And is it possible we can file the student visa before this 31st? Can we file student visa? I would not recommend you because right now it's in a limbo from the January 12th to 30th March, unless until the provinces clears out. So they are very clear about the graduate certificate and the postgraduate, students who are coming. But there is a lot of ambiguity about people who are coming as undergraduate students, whether they will be, further postgraduate things, they will have an accommodations, no, there will be more chance of rejections at this point of time. So I would say hold on until there is more clarity. That's great. Okay, can you explain what is the changes happened in PGWP? I mean, postgraduate work permit. This is only possible for the students. I think the postgraduate and the doctoral students. Is it right? As I said, let's wait on until more clarity comes out because the minister has already given whatever it is, but now the each province has to speak on their own. And I'm sure some of the provinces will like to see skilled trades and health sector students to be eligible for postgraduate work permits and stuff like that. So, but we are still waiting for more clarifications on these because it was a sudden announcement. So, let's not speculate on what's happening. Whatever has a minister has said, that's there. But still, the provinces are in the process of evolving. They are still talking to the minister about certain changes. So things will change and things will evolve before 30th March. So that's the latest from my side. Okay, thank you. And what is the some camp? What is the meaning of camp? Some provinces are news news British Columbia has already stopped for the recruiting students. I say, what is the meaning of camp? What they're trying to do is they are putting a certain limit. Earlier, there was no limit in immigration for students. So as many students they can observe, they were observing. Now they have, more than 1 million students here, and they don't know what is the process way ahead of it. Because every student, when they comes in, they want a PR pathway. And that has created a lot of housing issues in Canada. There are problems that the students don't have proper housing and stuff like that. So what they are telling that each province should provide some kind of assurance. So every college which intakes international student has to provide some kind of guarantee that their students will have a proper housing. So that's why they are limiting number of students, province wise, and they will limit students, particularly even college wise. So how it's going to happen, it's still not clear. But let's see how they will do, and if they are going, each province is going to regulate as per the skill set or the college set. We don't know as of now. Yes, actually, I think this is a great news for the who will get the Canadian visa. I mean, they can improve the quality of the life, right? This is इसका मतलब I mean मैंने They are yeah. What they are trying to do is improve the quality of education, the quality of life here in Canada for each student, because
when they were coming, they were not getting affordable housing. They were, squeezed into one bedroom apartment, 4 or 5 students living there, or maybe sometimes even more than 4 or 5. And a lot of private public partnership colleges did not have proper classroom facilities once they started making money. So what they did was they used to take students into movie theaters and then start doing classes, and all that stuff had started in Canada. But now it has come under the immigration minister's lenses. Now he just wants to avoid all these things, so he's trying to improve the education quality. And I think this will, in long run, benefit each international student, as limited number of students will have a better pathway for PR. Great, great. Actually, my another question was, what is the PPP? What is the meaning of PPP? Private public, what is that? Private public partnership was a route earlier. Now, when what used to happen is most of the private college will affiliate themselves with the public college, and they would offer some courses from the public college to the students which were earlier qualified for postgraduate work permit. So now what the minister has done is that it has said that from September 1st, we will not allow any private public college partnership to, anybody who enrolls from September 1st, any student will not be allowed for postgraduate work permit, because they do not want the private sector to control the education and distort the way the education should be imparted to the students. This has taken the education to a new low. As I said previously, they were started, if the college was, for example, had a capacity of 100 students, they will enroll 1,000 students, because there was no cap. And those 1,000 students did not have proper classrooms, so they will take them to auditoriums, they will take to some warehouses, and then they will make them study online. No proper studies were going on, so that has been curbed now. Yes, really good. Actually, I think the even student visa is restricted, but I think the immigration opportunities are become more possible. I mean, this type of The next 2-3 years, and Canada is still very pro immigration. They have one of the highest immigration quotas in the world. They are welcoming people with skilled trades. They are welcoming people, who are. Hello. yes, no worries. You continue, sir. Yeah, they're welcoming people with high skilled, in terms of technology, in terms of other skill sets like construction skill sets. They are still welcoming people who are in the health sector. So in overall scene, each province has also been delegated now to welcome as per their requirements. And now they are still further going from provinces. They are trying to delegate it to the municipal level and to rural level. So each authority, like in few months, you will see municipalities inviting candidates from overseas. So this is going to happen. Right now, we have only provincial nominee programs, but now they are planning to do municipal level, at the municipal level also. So each Oh, that's municipal a great level, news. yeah. So Great. each municipality would have a list of skills which they want in their particular area, and so it's going to open up a lot of opportunities for international immigration. Oh, that's a great news. Actually, sir, what is the status of express entry right now? Is it possible to I mean the person for the foreigner right now? I think the score is very high right now. Is it possible? Yeah, score seems to be very high at this point of time, but I would still encourage people to be in the pool. The score is always dynamic. It keeps changing, and it could change
over an period of time. Very soon it could be changing. Right now they are trying to bring certain changes, so that's why the score is high. And once those changes kick in, the score has to drop. They will start in taking more of these students. Sorry, students plus whatever the most of the immigrants who are enrolled in the express entry. So I would encourage everyone to get enrolled into the express entry pool, so that once it opens up, most of the people who are not even enrolled will not get a chance. Okay, many questions came to me. That is, what are the opportunities without student visa to migrate Canada? What are the type of visas? I mean, how can I migrate to Canada without student visa applications? Without student application, you can migrate through. Pardon me? Except student visa. Yeah, except student visa would be an express entry. So even in express entry, if the score is high, there are provincial nomination programs which cater to the local demands of the particular province. And there are rural programs which cater to that particular rural area. So there are a lot of rural areas in Canada which need a lot of high skill people, or not even high skill. If there is even a low skill, like grade 4 or 5, for example, fishermen's, meat cutters, those are agriculture workers. Those are some of the requirements which are needed in rural area. So they come under provincial program, they come under rural program, and as I said, they are going to start into municipal program, but the pool is going to be express entry still. From express entry, a lot of provinces pick up these people. We can make an application directly under PNP or RNIP, which is rural program, or we can go through express entry. But I would still encourage people to be in express entry, and then we can go through that. This is one stream. Then other is spousal. If somebody gets married, you can get into spousal immigration stream, then the super visa stream, or parental immigration scheme. These are the few streams we can still immigrate. Or if you get a work permit in Canada, you can immigrate here, come as a worker, qualify under CEC class, Canadian Experience class, and then make an application here in Canada. Apart from this skilled trade stream, skilled worker stream, PNPs, RNIPs, there are business streams also. You can qualify under an entrepreneur stream in one of the provinces. So if you are a businessman and you have requisite expertise, you have been in the last 5 years, if you have done 2 years of business and you have some capital to invest. So each province has different norms for their capital. But I would say generally keep it at $200,000, and you have a net worth of 600,000 Canadian dollars, and you are ready to employ 2 employees. This is just a basic parameter I'm saying. Some of the provinces even have lower threshold, like $75,000 investment in business. Some have $100,000 investment, but I'm saying $200,000, at least you have some backup. So these are the few streams. Business visa, right, sir? This is business visa, right? This is business visa. Great. And of course, a lot of people who need refugee, they are convention refugees in their home country. They also get immigrated to Canada. So a lot of Syrians, a lot of Afghanis, and a lot of other people have come to Canada as refugees as well. So that's another stream. But India is a democratic country. But still, if you are, we do not encourage refugees, fake refugees, but if you are still in a dire need, you can contact Canadian High Commission in India and seek help. Great. Actually, you told that this express entry, PNB, APP, and the business visa, spousal visa, a lot of opportunities to migrate to Canada. Just I am asking, what are the current openings, like the rare job category? What are the highly demand job opportunities right now in Canada? For educated people, it's in the computer sector.
Most of the computers and technology side, there are a lot of demands. There's this particular program called STEM, and they are getting it from there. So when you enroll in Express Entry, they pick up. They have started a STEM program. So science, technology, and entrepreneur medical program. So they will have a lot of pickups from there. But if you're not educated, then construction programs is one of the best things. Like anybody who has any particular skill in construction, they can be eligible for work permits, or even direct PR program are there for skilled trade people. If they have a job offer from Canada, they can qualify under skilled trade. They can qualify under I think provincial nomination program. I Then think in there are health, health sector. yeah. That was my question. Okay. So then there is a health sector which is in great demand. So people who have medical background, such as PSW, personal support worker, or people who are registered nurses, people who are doctors, or certain kind of skills like radiologist. There are certain various other streams in medical. So anybody who's qualified under a medical stream, they're also in high demand in Canada. Great, sir. I think a lot of opportunities in Canada, right? Great. Yeah, lots. It's an immigration country. It's an immigration friendly country, and that's why a lot of interest in Canada from the immigrant community, because it's a very vast country with very low population. And the population is aging, so they will need immigration. They cannot. That's the way to go forward. There is no other way for the Canada. Whichever government comes in, there's no other way, because the population is aging. They need to replace that population with the proper workforce. Otherwise, the economy would fall. And who's going to take care of the older senior people, pensions and stuffs and the infrastructure and everything? So it's going to be an immigration country for years to come. Yes. Actually, I think the immigration process is they started from 2-3 decades. Some of people are asking, is it a chance to stop? No. Yeah, Right? that's what I said. Like the population is aging, and it's one of the largest countries in the world, second largest country in the world, with such huge resources and very low population. It it has no choice but to bring people from abroad. Otherwise, the whole structure is going to collapse, because the population is rapidly aging, and most of the northern parts of Canada are facing acute shortage of skilled labor. Acute shortage of skilled labor is there in those kind of provinces, because even immigrants don't want to go there because of the cold climate and all that stuff. So they are trying to push population towards that area, the new immigrants, so that they are encouraging most of the immigrants to go and start their businesses, their jobs. So hopefully in the next few months, we will see certain more lucrative programs being started in northern territories, north area of Canada, just to increase the population growth over there. Okay. One more question. Why I am migrate to Canada? What are the benefits getting in Canada? Except other than except in other countries. India में तो मैं अच्छा है, लेकिन I want to फिर क्यों मैं Canada आना है? नहीं तो मैं अभी यूके जाना चाहता हूँ, कोई मुझे बुलाया यूके, नहीं तो ऑस्ट्रेलिया. Why I will plan my migrate to Canada? What should be the answer for this? Okay, so Canada is one of the, I would say, one of the best cosmopolitan city, where you will find people from diverse background. There is, if you go to most of the countries, we see racism, which is not visible in Canada. It's a very welcoming, immigrant welcoming country. You are accepted as whatever you are. Canadians are by and large not racial. They are not violent also. Most of the country, there is
anti-immigration stuff going on. If you go to UK, you go to US, there is still bias there. There's an undercurrent if it's not visible on the floor. But Canada is still, immigrants are in majority. Let's put it this way. So a lot of cities where immigrants have taken over, they are in majority. In Toronto, 50% of the population is immigrants. So when 50%, more than 50% of the population of a particular city is immigrants, you can understand what kind of diversity we have. Secondly, it's one of the best air quality in the world. Yes, One of exactly. the best water quality in the world. Even if you have $1 billion sitting somewhere, but if you cannot breathe the proper air, how would you change the air quality in India? So much pollution, so much toxins. Your life expectancy, no matter what you do, you have to, even if you're a billionaire, you have to breathe the same air. You have to drink the same water. How can you drink Bristlery? Even if you drink a purified water, when you go to restaurants or when you eat packaged foods, it's made from the water which is supplied by the municipality. So even in most of the packaged products you eat, the water is not of the top quality. So no matter what you do, you cannot avoid that population, that hustle bustle. It's you're going to use the same roads, same traffics. Even you go to by plane, still the jam over there. So the quality of life is better here in Canada. That's the main selling point for Canada. You have a better air quality, better water quality. The the legal system is excellent. It responds to your needs. If you have an emergency, you call 911. In 3 to 5 minutes, somebody's at the doorstep. All these facilities do matter. So standard of life, whatever way you count, far exceeds most of the other countries in the world. So that is what Canada is. So we'll explain you furthermore as you go. There are medical benefits, there are education benefits, all this. Everybody knows that. But I would like to highlight these points, quality of life points to you. Yes, exactly. Thank you very much. And somebody is asking, I want to visit Canada as a visitor. Can I convert my visitor visa to any work permit or any other visas? I mean, any type of any other visas or permanent residency like that? Is it possible? From a visitor visa, you can convert into work permit. That's very much possible at this particular time. You'll have to find an employer for that who is ready to issue an LMIA. Once an LMIA is given in your name, endorsed in your name, then you can go to the border and get a work permit from the immigration officer, or we can make an online application to get the work permit done for you once the LMIA is done. So the important point here is the employer. You need an employer who's ready to hire you and issue an LMIA for you. Once that is done, then you'll have to qualify for for that particular work permit. Great. I think you already said that a lot of LMA opportunities we have, and we can do in a better way in LMA. Can you explain what is LMA? Who can eligible for this? Okay, so LMIA is basically a documentation. It's a labor market opinion, which is given by a particular institution called ESDC in Canada. So ESDC is Economic Development Corporation, Service Canada. They are each province has offices in Canada, Service Canada, and they give a labor market opinion based on their opinion whether this particular job is scarce in Canada, or with whether once we hire this foreign worker, is the Canadian labor market going to be affected adversely, or is it going to have a positive effect on the market? So if there is an adverse effect on the market, they will not issue an LMIA. But on the other hand, if there is a positive effect, hiring a foreign national will create further jobs
or if there is a neutral effect, the market will not affect negatively, then they generally issue you an LMIA, which means that if there is I will give you an example. If there is a shortage of a carpenter in a particular area, and there are no Canadian citizen or PR available, so the Service Canada will issue LMIA to you. That is what an LMI. It's an opinion of Service Canada primarily. So don't get into the terminological thing. It's an opinion of the economic wing of Service Canada that this particular thing, this particular skill set is in shortage, and they will issue a letter to you, to the company which is applying, and you take the LMIA and go to the immigration officer, tell this company needs this, and they want me on their payroll. And visa officer, after being satisfied that you are what you're trying to tell, you have requisite experience and you're not security threat to Canada, may or may not give you a work permit. Great. You are telling that a lot of LMA opportunities right now in Canada, right? We can do Yes, in a there is a lot of skill shortage in Canada at this point of time. So there are a lot of LMIs have been issued to a lot of employers. And if anybody qualifies for them, they can avail that opportunity. Great. Somebody is asking if I am come to Canada, I got PR, but how can I become a citizen of Canada? Once they become PR in Canada, you will have to spend 1,095 days in Canada within the last 5 years. So in a 5-year period, if you complete 1,095 days and you don't have a criminal record and you meet the English requirements, you will qualify for citizenship. Great. So you can just make an application to the CIC, IRCC, and then you can. Okay. And somebody is asking about what is any age limit for the Canada? Any age limit for Canada immigration? Age limit, I would say there are different programs, and the age limit for all different programs are different. In Express Entry, it's primarily 39 years. After 39 years, you do not get any point. And in business programs, it's up to 50 years. Most of the provinces offer 50 years. Business programs, right? Yeah. Great news. And I think maximum questions are I covered. Some questions are in our chat box. Let me read. This is one question. Could we file student visa before 31st March? I think already you answered this question, right? Okay. Next, is it possible to accompany spouse of January and May 24 intake students? Well, if the visa has already been granted, of course. If the visa has not been granted, then you have to apply for a visa. And okay, if they approve it, yes. Next question, business visa and minimum investment, please explain. What is business visa and how much is the minimum investment for that? Each province has different requirement for their business visa. For example, Saskatchewan is a province which goes up to 75,000 Canadian dollars to $100,000. But as I said, there are certain provinces which go around 100 to 125,000 Canadian dollars investment. But realistically speaking, we need to have a $200,000 liquidity in our bank account to start any business here. That's what, because 25 years I have been doing business, and business has to make money also, sustain your family also. So the realistic requirement would be around $200,000. Although the eligibility criteria is around $100,000 or $125,000 for few provinces. I think the company or partnership firm can also participate this business visa, right? No, single. Yes, you can participate with the company or partnership firm also.
That's not an issue. Okay. But you should be the majority shareholder of the company. Oh, great. Okay, okay. It means we can arrange money through many people, right? Not a single people, right? Yeah, there could be many people, but the majority shareholder, 51% shareholder should be you. Main application, And right? you should have the experience, expertise, or you should be able to hire someone who has the experience, expertise to do that. And I see the next question is 75,000 CD minimum investment. That's when one, as I said, one of the province called Saskatchewan has that. But to have a realistic chance of success, I would suggest is to go up more than minimum, because once you start being a bit, if when you do business, you need returns. So when you invest small amount, the return is also going to be very small. Therefore, I suggest, like, when people are coming, if we tell them the realistic things, that you want to come here and invest and then prosper, your total income should be more than what you are making back home. Your life should be enriched to whatever you were doing previously. That's why I said it should be around $200,000. But as I said, a lot of provinces have a lower threshold, which is $75,000, $100,000, 125, 150. So each provincial nomination program in business is different. We can have a particular different seminar wherein we can explain each provincial programs for business. So right now, just assume that $200,000, 600,000 net worth for business. Exactly. Actually, this is our just starting webinar. We can explain every week or within within 2 weeks. We can take a subject and we explain more, right? We can. This is just a starting, right? Yeah, this Exactly. is just an introductory subject, and once we go into the depth of it, because there are 12, 13 different programs here in Canada for businesses, and we can explain each program, how it is beneficial, and who would qualify. So we will have a seminar on business one of these days, and you can ask any question about the business related programs in that. Okay, fine. Mr. Pradeep is asking, how can a 50 years old candidate whose son, daughter, and son-in-law are having PR in Canada migrate to Canada and work as per his qualification and experience in India as a Hydrologist. So primarily, if this 56 years old person gets work here, so he's qualified as a hydrologist. That's a skill set. If is needed in particular area of Canada, he should make application to those companies, and he would, if he's hired by those companies, they will issue him an LMIA, and he can apply for a work permit. But since he has got a PR son and a daughter-in-law, what he can do is apply for a super visa and come here in Canada and then try to get a job. That's also possible. He can also apply for a visitor visa in Canada and then come and look out for a job in Canada. That's also possible. So all these three ways are possible. He can make a direct application for work permit sitting back home in India, or he can come on a visitor visa, he can come on a super visa. All three possibilities are there. The fourth possibility is that his son can apply directly for PR. He can sponsor him as a parent. So once he's sponsored as a parent, he comes under parental immigration stream. He can immigrate as directly as a PR, and then once he's here, he can do whatever job or whatever business he wants to do. Great. Again, asking what is any age limit for immigration? Yeah, there are different streams of program, as I said. So in express entry, after 39 years, you do not get any points. But still, you can qualify if you have good English score and, you are an expert, you have some Canadian experience and all that stuff. For business streams, most of the provinces, it's 50 years of age. For anybody who's in distress and who has sought United Nations Convention refugee help, there is no age limit for them.
So different age limits for different programs is possible. Yes, Mr. Lucasar is asking, what is the cost and fees procedure for a visit visa? So all these things will you can discuss in confidence with Mr. Vinodkumar. How the process of fees and procedures would be there. As far as the fees is concerned, I think this is not the appropriate program forum for that. We will discuss in details about each of these sometime later. And the procedure would be that you will have to sign a retainer with me for whatever visa we want to do. And we'll tell you beforehand what are the fees is going to be, what are my responsibilities as a consultant, what advice I would be giving you, what kind of filing I'll be doing, and what I'm expecting from the client, what kind of cooperation I'm expecting. So that would be detailed in the retainer agreement. Great. It means you can ask about all the cost and fees and the processes to GREENWORLD HO. We will explain all the details through our platforms. I think what are the documents required, what is the application process, and what are the documents and attachment required for this each and every application, I will explain through our platforms. No worries. I will do in within 2 days all the details about all type of this immigration visas and all. Okay. One more question. What is meaning of this super visa? It's a depend visa, right? Super visa is for parents and grandparents, people who are parents of permanent residents and citizens of Canada. They can apply for super visa. They are eligible to make an application for super visa. So super visa is given to them. For example, there was a question. There is a Canadian PR in Canada, his son or daughter. They can make an application to the government that they want their parents to come to Canada and live here for 5 years. So super visa is granted to parents, grandparents of Canadian citizen PR, and they can live in Canada without leaving Canada up to 5 years. And they can also make an extension for another 2 years. So basically, if somebody comes to Canada, he can stay here for 7 years under super visa. But there are certain rules. They have to make a insurance available to their parents because the medical is not covered under super visa. So that's one of the basic requirements in super visa. And they have to show to the immigration that they can afford their parents, like their income is enough to support them to live here in Canada. They are not going to be burdened on Canada. So two major requirements: income requirements of their son and daughters, and the medical insurance requirements. Thank you. Two more questions. Total cost and fee process for I already told that. Qualification and processing time for PSWs. PSWs have to be, realistically speaking, anybody who has done grade 12. People even after higher secondary can, even after 10 or 11th can apply if they have done 1 year of any course related to PSW or some kind of experience they have. But most of the PR streams need a higher secondary qualification and a basic knowledge of English, which is, level 4 or 5. So I would say 5. Some provinces on some program accept level 4 of English also. But when we talk to the clients, tell them level 5 because that's more doable, which would be more realistic in approach. So the processing time would be, again, if you have a job offer, the work permit would take, it could
take anywhere between 3 months to 6 months. Okay, fine. Okay, great. Okay, I think all the questions are covered right now. Right now, anybody have any question, you can ask directly. Anybody have any questions, you can come directly. This the person who says the once he gets, whether the person has to exit Canada once he from visitor where he converts to work permit. Yeah. So there is something called flag polling here in Canada. So once you get the LMIA on a visitor visa, you go to the border. So when you go to the border, it's called flag polling. You go across the border, and the immigration department will be there, which will process your application, and you can get a study permit, work permit, or any kind of emergency visas you need from Canadian immigration. But you can also, if you do not want to face an interview and you think you have enough time, then we can make an online application to the immigration department through the portal, and you can get a work permit or study permit or any other visa converted, which is permissible here on a visitor visa. We can do that. Any So other what is the question? criteria for getting the PR? What is the Criteria for getting the PR? No, but every stream has a different, eligibility criteria. So I don't know which stream are we talking about. So business stream would have a different eligibility criteria for PR. A refugee stream would have a different. The economic stream would have a different. So health stream would have different. So there every stream has different criteria for getting a PR. So I'll tell you the basic criteria. The basic would be a 12th grade minimum and level 5 English. These are the two desirable factors which are minimum needed to get, have a realistic chance of getting a PR. Any other Yes, sir. question? This is a minimum criteria. Every programs, every streams have different criteria. Okay, We any will question? discuss these streams like this is a general first time meeting, so we'll discuss more when we have different webinars on each stream. We will talk what are the different criterias, because each stream has a different criteria. Some stream would need you to be a graduate, some stream would need you to be a postgraduate, some stream would need you to be a PhD, some stream would need you to be just a skilled worker. If you are a handyman, but if you have a job offer, you don't even need certain education. So it depends on different streams, right? So if you're a parent, you don't need a particular any kind of thing. If you're a spouse, you don't need any criteria. Just you have to be a genuinely married. Now somebody asked for IELTS requirement. Now IELTS would be for a student visa, 6 and above is desirable. And for different, as I said, different programs, the IELTS level is different. For AIPP, they consider even 4 at the minimum criteria. So a lot of rural streams, they can accept level 4 IELTS also. But the general criteria, I would say, has to be more than 5. And to be have a realistic chance, you should have around 6. Abdul Karisa, this is an English-speaking country. IELTS is must. According to sir, the IELTS minimum criteria is different according to each and every programs. Maybe you can make them understand in their language. You are speaking Malayalam or Tamil? Malayalam. Most of all are Malayalam. Yeah, so maybe you can make them understand in Malayalam. They can ask you questions later on. അതായത് അബ്ദുൽ ഹക്കീം സാർ IELTS ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് IELTS ഈസ് മസ്റ്റ്. പക്ഷേ ഏകദേശം 50-ലധികം ടൈപ്പ് പ്രോഗ്രാംസ് ഉണ്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഈ ഓരോ ഇതിനും ഇപ്പോൾ ബിസിനസ് വിസ പറഞ്ഞു, സൂപ്പർ വിസ പറഞ്ഞു, അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി പറഞ്ഞു, LMIA പറഞ്ഞു, അതുപോലെ തന്നെ ഓൾ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അത് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം റൂറൽ പ്രോഗ്രാംസിനെല്ലാം ഒരു 4.5 ഉണ്ടെങ്കിലും 5 IELTS ഉണ്ടെങ്കിലും പറ്റും. പക്ഷേ സ്റ്റുഡൻറ്റ് സ്ട്രീം ഒക്കെ ആണെങ്കിൽ ഒരു 6ൻ്റെ മേളിലുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് വിസയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു 5 മതി. അതുപോലെ ഓരോ സ്ട്രീമിനും അതിനനുസരിച്ചുള്ള IELTS സ്കോറിൻ്റെ റിക്വയർമെൻറ്റ് ഇവർ ഡിഫറെൻ്റ് ആണ് മിനിമം ചോദിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിലോട്ട് എത്ര മാക്സിമം കിട്ടിയാൽ അത്രയും പോയിന്റ് കൂടുതൽ വരും. നിങ്ങൾക്ക് അറിയാം, കാനഡ ഒരു PR കിട്ടണമെങ്കിൽ പോയിന്റ് സിസ്റ്റമാണ്. ആ പോയിന്റ് കാൽക്കുലേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ IELTS സ്കോർ കൂടുതലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് മെച്ചമായിരിക്കും. ഇനി അതർ ക്വസ്റ്റ്യൻസ് സാറിന് ചോദിക്കാം. So I think we call it a day, and if they have further questions, they can write it to you, and then you can forward it to me, or if it's generic in nature, maybe you can answer it. ആർക്കെങ്കിലും എനി ക്വസ്റ്റ്യൻസ്? തീർച്ചയായിട്ടും ഇന്ന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ നിന്ന് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വിൽ കൺക്ലൂഡ്. ആക്ച്വലി ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു അസ്. മൈഗ്രേഷൻ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയുടെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് ടൈറ്റ് ആയപ്പോൾ ഡയറക്റ്റ് മൈഗ്രേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാവർക്കും അങ്ങ് മൈഗ്രേഷൻ കിട്ടില്ല. ഇത് ക്വാളിഫൈ ആവണം, അല്ലെങ്കിൽ ക്വാളിഫൈ ആക്കണം. ഇപ്പോൾ ഒരു ബിസിനസ് സ്ട്രീമിൽ പോകാനുള്ള ആഗ്രഹിക്കുന്ന ഒരാൾ ബിസിനസ് വിസയുടെ നമ്മൾ ക്വാളിഫൈ ചെയ്യിപ്പിക്കണം. അതിനുള്ള അഡ്വൈസും അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റാർട്ടപ്പ് വിസ ആണെങ്കിൽ സ്റ്റാർട്ടപ്പ് വിസേൻ്റെ നമ്മൾ ചെയ്യണം. PNB പ്രോഗ്രാം ആണെങ്കിൽ PNB പ്രോഗ്രാമിന് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. LMI ആണ്, LMIA നമ്മൾ അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ LMIയുടെ ഒത്തിരി വേക്കൻസീസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതിന് LMIA എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ ജോബിന് ഇത്ര ഡിമാൻഡ് ഉള്ളപ്പോൾ അതിന് ഈ ജോബ് പ്രൊവൈഡർ തന്നെ ഇതിനുള്ള പണം നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഇതിന് എന്താണ് ആവശ്യം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ LMIA ആക്ച്വലി ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കോമൺ പ്ലാറ്റ്ഫോം നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട് ഇൻ ഓൾ സ്ട്രീംസിൽ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാത്തിലും വേക്കൻസീസ് ഉണ്ട്, ഹൈലി ഡിമാൻഡുമാണ്. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് തയ്യാറാണെങ്കിൽ, ഇപ്പോൾ ബിസിനസ് വിസ ആണെങ്കിൽ അതിനുള്ള ഫണ്ട് മുടക്കാൻ തയ്യാറാവണം. LMIAക്ക് പോകാനാണെങ്കിൽ LMIA. Sir, one more question. What is the TAT of an LMIA? If you have a vacancy, we have somebody is applying for a LMIA. What should be the TAT of this LMIA? How many within? What is the time bound for to enter? I mean, from application to PR, what should be the timeline? See, once an employer identifies that he has a particular need for a foreign worker, if the foreign worker, that particular stream falls under a critical shortage stream, the ESDC generally issues an LMIA within 20 days after he has met all the requirements mandated for applying LMIA. And then once the LMIA is issued, if the foreign worker is available on a visiting visa in Canada, he can go to the border the same day and get a work permit. Based on his interview with the immigration officer, he may get it within an hour or so. But if the foreign worker is sitting here in India or anywhere else, then the LMIA will be sent to that person. He will make an application to the immigration for work permit. And depending upon the availability, they could have an interview, they may not have an interview. And the time could be from 1 month to 3 months, or sometimes even exceeds 3 months. But generally, it's between 1 month to 3 months. Once the LMI is sent to India. Oh, great news. Cost, expense and cost, I will explain through our platform. No worries. Cost, process, and everything I will explain. All the details I will explain. Okay. Thank you very much, Shailesh ji, Shailesh sir. Really. Thank you. Platform. Thank you to all the participants over here. Hope to see lot of business coming to GREENWORLD and all of you.
and let's all prosper. Let's all make money. Let's all grow together. Let this partnership flourish, and hope to see all of you in Canada sometime. We'll have a seminar here in Canada as well for the GREENWORLD team. Until then, be happy, make business, make money, and good luck to all of you. Can I ask one question, please? Sorry Yes, to. please. Regarding the PSW, I think there are many looking for such jobs from India. Okay, and do you provide the job, or will they have to get in touch with the employers and get your help? We do not provide jobs. We provide immigration service only. So the jobs they will have to figure out on their own through some employment agencies. We are not mandated to provide jobs. We cannot provide jobs. That's being into immigration. We are strictly regulated to have only immigration portfolio. So we can do immigration for you, all the immigration work, nitty-gritty. The job profile you'll have to find out from employer or from an employment agency. Okay, thank you. യെസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ ടൈമിനാണ് എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂറോളം നമ്മൾ ടൈം എടുത്തു. താങ്ക് യു ശൈലേഷ് ജി, ആപ്പ് എക്സിസ്റ്റ് ഹോയായേ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമുക്ക് വലിയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, ഒത്തിരിയധികം വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഒന്നും കൂടെ സ്റ്റേ ചെയ്യാം, നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യാം. ശൈലേഷ് ജി, പ്ലീസ് യു ക്യാൻ എക്സിറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. Thank you, everybody. और शैलेश जी, आप लोगों को विजिटिंग विसा में आके कनाडा में आने के लिए इनवाइट भी कर रहा है. एवरीबडी आर वेलकम टू कनाडा एज अ विजिटर, राइट? Yes, sir. We'll have a seminar sometime later on once we, more formalize the whole platform and the partnership agreements between you and the participants. As it grows stronger, we will have a seminar here as well in Canada, and we'll arrange a get-together. Looking forward to see everyone of it. Great. Thank you very much. Thank you. Please stay, our partners and everybody. I will share some more. Shailesh ji, aap exit ho jaiye. Thank you very much. ഓക്കെ, വേറെ ആർക്ക് എന്തൊക്കെയാണ് ഡൗട്ടുള്ള ചോദിച്ചോളൂ. ഐ വിൽ എക്സ്പ്ലെയിൻ. വിസിറ്റ് വിസയിൽ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് വിസ ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, വിസിറ്റ് വിസ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഒരു വിസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിസിറ്ററെ പോലെ കാണിക്കണം. അപ്പോൾ കാണിക്കുമ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ എത്ര ദിവസത്തേക്ക് പോകുന്നു അതിനുള്ള ഐറ്റിനറി തയ്യാറാക്കണം, പ്ലസ് അതിനുള്ള നമ്മൾ ട്രാവൽ അവരെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചു വരും എന്നുള്ളത് കാണിക്കണം, എത്ര ദിവസത്തേക്ക് പോകാനുള്ള ഫണ്ട് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. ഇതൊക്കെയാണ്. അല്ല ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരാളുണ്ടെങ്കിൽ അവർ ചിലവ്, നമ്മുടെ ചിലവ് വഹിക്കുമെങ്കിൽ നമുക്ക് അതിനാണ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാനഡയിൽ നമുക്ക് ഓഫീസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വേണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാനുള്ളത്. ഫീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഫീസുണ്ട്, അത് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം LMI ഉണ്ട്. ഇപ്പം സാറ് ചോദിച്ചു ഇവിടെ ജോലി കിട്ടുമോയെന്ന്. ജോലിയാണ് നമ്മൾ LMIയുടെ മീനിങ് അതാണ്. LMI എന്ന് പറഞ്ഞാൽ ലേബർ മാർക്കറ്റിൽ നിന്ന് ഒരു ജോബ് അന്വേഷിച്ച് കണ്ടെത്തി ആ ജോബ് അവർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ജോബ് കൊടുക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. അല്ല ഇനി ഇവർ തന്നെ നേരിട്ട് ജോബ് കണ്ടെത്തുവാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഓപ്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഈ ജോബ് കണ്ടെത്തുക പറഞ്ഞാൽ നമ്മൾ വിസിറ്റിംഗിൽ ആരെങ്കിലും വന്നിട്ട് അവിടെ ജോബ് കണ്ടെത്തലാണോ, അതോ ഇവിടുന്ന് തന്നെ ഓൺലൈൻ വഴി കണ്ടുപിടിക്കലോ, എങ്ങനെ ചെയ്യാം? എങ്ങനെയും കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല സാറേ. ജോബ് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോസസ്സ് നമുക്ക് എളുപ്പമാണ്. കാരണം ജോബ് ഒരു കാനഡയിൽ നിന്ന് നമുക്ക് ഒരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് സ്കോർ കൂടുതലാണ് PR-ന്. പക്ഷെ സാധാരണ അവിടുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ കാനഡയുടെ ജോബ് ബാങ്കിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോബ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, ഇഷ്ടം പോലെ വേക്കൻസി. നിങ്ങൾക്ക് ആർക്കും നെറ്റിൽ കയറി നോക്കാൻ സാധിക്കും, ഇഷ്ടം പോലെ വേക്കൻസികൾ. ഇപ്പം എനിക്കിപ്പം കാനഡയിൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പോലുള്ള ഒരു ഇതാണ് കാനഡ ജോബ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കയറി ഇപ്പം എനിക്കിപ്പോൾ അല്ല സാറിനോ ഇപ്പം നജീബ് സാറിന് ഇവിടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ സാറ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പബ്ലിഷ് ചെയ്തിട്ട് അന്നേരം കാനഡിയൻസ് കയറി അപ്ലൈ ചെയ്യും.
ഇപ്പം കാനഡയിലുള്ള ആളുകൾ ഇപ്പം ഇവിടെ എന്താ പറയുക, ഇവിടെയുള്ള ആളുകൾക്കാണ് പ്രയോറിറ്റി ഉണ്ടാവുക. അവർ കയറി ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ 3 മാസത്തേക്ക് പബ്ലിഷ് ചെയ്തു, 3 മാസത്തേക്ക് എനിക്ക് ഒരാളെ കിട്ടിയില്ല, വീണ്ടും കുറച്ച് ദിവസം കൂടെ പബ്ലിഷ് ചെയ്തു, കിട്ടിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് പറ്റിയ ആൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് LMIA എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിദേശിയെ എടുക്കാം. അല്ലെങ്കിൽ ഇവരുടെ നിയമം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ നാട്ടിലുള്ളവരെ തന്നെ എടുക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇപ്പോൾ ഓൾറെഡി CEC എന്ന് പറഞ്ഞാൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺസ് ഉണ്ടായിരിക്കാം. സിറ്റിസൺ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, അത് കഴിഞ്ഞാൽ PR ഹോൾഡർക്ക്, അത് കഴിഞ്ഞാണ് CEC ക്ലാസ്സിന് വരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മളെപ്പോലെയുള്ള ഒരു ഫോറിനർ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മളെല്ലാം ഇന്ത്യൻ ആണെങ്കിലും പിന്നെ എന്താണ് വേറെ രാജ്യക്കാരനാണെങ്കിലും അവരെ സംബന്ധിച്ച് ഫോറിനർ ആണ് അല്ലേ. അപ്പം ആ ഫോറിനറെ എടുക്കുന്നത് 4th പ്രയോറിറ്റിയാണ്. ഇവിടെ ആളെ കിട്ടി, ഫസ്റ്റ് സിറ്റിസൺ ആണ് ഓപ്പർച്യൂണിറ്റി, സെക്കൻഡ് PR ഹോൾഡേഴ്സിന്, മൂന്നാമത് CEC ക്ലാസ്സിന്. എന്ന് പറഞ്ഞാൽ കാനഡയിലൊക്കെ പഠിക്കാനൊക്കെ വന്നിട്ടുള്ള പിള്ളേർ അങ്ങനെയുള്ളവരാണ് CEC, കനഡിയൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. അതിപ്പോൾ പഠിക്കാനുള്ളവർക്ക് നല്ല കനഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്കോർ കൂടുതൽ കിട്ടും. 4ാമതാണ് നമ്മളെപ്പോലെയുള്ള ഒരു ഓപ്പൺ കൊടുക്കുന്നത്. ഇപ്പം അതുകൊണ്ടാണ് നേരിട്ട് വന്നൊരു ജോബ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് ആരെങ്കിലും നമുക്ക് ഒരു ജോബ് ഓഫർ തയ്യാറായാൽ ഡെഫിനറ്റ്ലി അത് പോയിന്റായി, നമുക്ക് PR-ലേക്ക് പെട്ടെന്ന് എൻട്രി ആവാൻ സാധിക്കും. വിസിറ്റിംഗ് വിസ വന്നിട്ട് നമുക്ക് ജോബ് അന്വേഷിക്കാം. പക്ഷേ ഒരു ഗൾഫ് പോലെ കാനഡ അത്ര ഈസി അല്ല ആരും. കാരണം ഈ ലേബർ മാർക്കറ്റ് ഇത്രയും പൈസ കൊടുത്ത് ആളുകൾ ജോബ് വിൽക്കുകയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഞാനിത് ചുമ്മാ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഓരോന്നിൻ്റെയും ലക്ഷക്കണക്കിന് LMIA പ്രോസസ്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലക്ഷക്കണക്കിന് പൈസ സമ്പാദിക്കാം. അതാണ് LMIA പ്രോസസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി സാർ? അല്ലെ പിന്നെ ഹയർ ഡിമാൻഡ് ഉള്ള ഒരു ജോബ്, ഇപ്പോൾ ഒരു ഹൈലി ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരാളാണ്, വളരെ ഡിമാൻഡാണ്. ഇപ്പം കേരള പൊറോട്ട അടിക്കണം, വേറെ ആർക്കും സായിപ്പിനോ അല്ലെ പഞ്ചാബിക്കോ അറിയത്തില്ല, അപ്പോൾ എനിക്ക് അവരെ എടുക്കാൻ പറ്റും. അതുപോലെ മന്ദിർ പൂജാരികൾ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഇപ്പം എനിക്കിവിടെ ഒരു ചർച്ച ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ എനിക്കൊരു അമ്പലമുണ്ട്, ഈ അമ്പലത്തിലേക്ക് എനിക്ക് പൂജാരിയെ വേണം. ഞാനിവിടെ എന്തൊക്കെ ചെയ്താലും ഈ നാട്ടിൽ പൂജാരികൾ കാണാൻ സാധ്യതയില്ല. അല്ലെ കേരള പൊറോട്ട അടിക്കണം, അല്ലെ അവിയൽ ഉണ്ടാക്കണം, കുക്ക്, സ്പെഷ്യൽ അവിയൽ കുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. അല്ലാതെ നോർമൽ ഉള്ള ജോബുകൾക്കെല്ലാം ഇന്ന് ഇവിടെ കിട്ടാനുണ്ട്. അതായത് LMIA കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്, ഓപ്പൺ വർക്ക് പെർമിറ്റും ഉണ്ട്, ക്ലോസ്ഡും ഉണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LMIA കിട്ടി കഴിഞ്ഞാൽ എവിടെയും ജോലി എടുക്കാം വന്നിട്ട്. സ്പൗസിന് എവിടെയും ജോലി എടുക്കാം. നമുക്ക് ആർക്കാണോ വർക്ക് പെർമിറ്റ് കിട്ടുന്നത് അവർക്ക് ഓപ്പൺ ആണെങ്കിൽ എവിടെയും ജോലി എടുക്കാം. ക്ലോസ്ഡ് ആണെങ്കിൽ ആ ഒരു സ്ഥാപനം ഓഫർ ചെയ്തിട്ടില്ല, അവിടെ മാത്രമേ ജോലി എടുക്കാൻ പറ്റുള്ളൂ. ചോദിച്ചോളൂ, ഡൗട്ട്സ്. അപ്പം മെയിൻലി നമുക്ക് വിസ പ്രോസസിംഗ് ആണ് നമ്മുടേത്. വിസ പ്രോസസിംഗ് ഏത് വിസ അല്ലേ? ഇത് തന്നെയാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു വിസ പ്രോസസ്സിംഗ് തന്നെയാണ്. മൈഗ്രേഷൻ, എമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിപ്പം ഈ പ്രോസസ് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിലും അവർ നെക്സ്റ്റ് PR-ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ PGWP അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ കനേഡിയൻ ലോയർ ത്രൂ ആണ് അവർ ചെയ്യുന്നത്. ഇത് ഇവിടെ വന്നിട്ടുള്ള വർക്കുകളാണ് ശരിക്കും. മനസ്സിലായല്ലോ സാർ? ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് കയറി വന്നു വിചാരിക്കുക, അവർക്ക് ജോബ് ഓഫർ കിട്ടി, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടി, അവർക്ക് PGW എക്സ്റ്റെൻഡ് ചെയ്യണം, എല്ലാം ആര് ത്രൂ ചെയ്യാം? ഇപ്പം നമ്മൾ വന്ന ഷൈലേഷ് ത്രൂ പോലുള്ള ലോയേഴ്സ് ത്രൂ ആണ് ഇവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ LMIA എന്ന് പറയുന്നത് ജോബ് ഓഫറോട് കൂടി ആയിരിക്കും. അവർക്ക് അത്രയും ഫണ്ട് ഉള്ളവരെ LMIA കിട്ടുള്ളൂ എന്നർത്ഥം. സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇപ്പോഴത്തെ MLA മാർക്കറ്റ് എന്ന് പറയുന്നത് $50,000 കനേഡിയൻ ഡോളർ, 50 to 60,000 കനേഡിയൻ കനേഡിയൻ ഡോളറാണ് ഇപ്പോഴത്തെ ഒരു കനേഡിയൻ ലേബർ LMIA മാർക്കറ്റ്. ഫണ്ട് ഉണ്ടെങ്കിൽ വിത്ത് ഫാമിലി അവർക്ക് മൂവ് ചെയ്യാം. പിന്നെ സാറ് ചോദിച്ചില്ല, ഇപ്പം UK അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ സീനിയർ കെയറിൻ്റെ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. കനേഡിയൻ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട് പേഴ്സണൽ കെയറിൻ്റെ. LMIA എടുത്ത് വരാൻ പറ്റും. ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യാന്നുള്ളതാണ്. LMIA കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് ആണ് കിട്ടുന്നത്, ഫാമിലി ആയിട്ട് മൂവ് ചെയ്യാം. ഇഷ്ടംപോലെ കേസുകൾ കിട്ടണമെങ്കിൽ എത്ര എക്സ്പെൻസ് വരും? അതാണ് ഞാൻ പറഞ്ഞത്, 50,000 to 60,000 കനേഡിയൻ ലോയർ ആണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പോകുന്നത്. അത് ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ. കാരണം സ്റ്റുഡൻറ് വിസ ടൈറ്റ് ആയപ്പം ഇപ്പം ഈ ഇതുപോലെയുള്ള ബിസിനസ് വിസയ്ക്കും LMIA-ക്കൊക്കെ ഹൈലി ഡിമാൻഡായി. വർക്ക് പെർമിറ്റ് 40 ലക്ഷം. 60 രൂപയാണ് ഒരു അല്ല 60 രൂപയാണ് ഒരു ഇന്നത്തെ റേറ്റ്. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 60 രൂപ, അറൗണ്ട് 40 ലക്ഷം, 36-40. 30 to 40 ലക്ഷത്തിന്റെ ഇടയിൽ വരും. പക്ഷേ ഫാമിലിയാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും ഉള്ളവരാണെങ്കിൽ അത് സിമ്പിളായിട്ട് ഊരിയെടുക്കാം ഒരു 2 വർഷത്തിനുള്ളിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 കുട്ടികളുള്ളവരാണെങ്കിൽ ആ കുട്ടികളുടെ എന്താ പറയുക, ഒരു വർഷത്തേക്കാണ്ട് എത്ര ഡോളറാണ്?
ഏകദേശം $12,000 മറ്റോ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ഫ്രീ ആയിട്ട്. അങ്ങനെ 2 കുട്ടിയുണ്ട്, അത് തന്നെ 24,000 ആയി. മനസ്സിലായില്ലേ? ഈ 2 പേര് ഇവിടെ വന്ന് ഒരാൾ ഫുൾ ടൈം ജോലി എടുക്കാൻ ചെയ്യുക, ഒരാൾ ഓപ്പൺ മാർക്കറ്റ്, ഒരാൾ ക്ലോസ് മാർക്കറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മുടക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവർക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലൊരു സഹകരണ ബാങ്കിൽ ഒരു ജോലി കിട്ടണേ പോലും 20-25 ഒക്കെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോപ്പറേറ്റീവ് കിട്ടുന്ന എത്രയാണ് കൊടുക്കുന്നത്? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ. അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് കയറി വരണമെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് GIC തന്നെ എത്ര വേണം? 23 ലക്ഷം രൂപ ടോട്ടൽ വേണം ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ കയറി വരണമെങ്കിൽ. ഫീസ് തന്നെ 10-12 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു 3 വർഷത്തേക്ക് അവർ ഫീസ് പഠിക്കുകയാണെങ്കിൽ അതിന് 36 ലക്ഷം രൂപയാവും. ഇത് ലാഭമാണ് ശരിക്കും. LMA ഇസ് ഗ്രേവ്, കാരണം വർക്ക് പെർമിറ്റോട് കൂടിയാണ് അവർ കയറി വരുന്നത്. ഒരു ഫാമിലി ആണെങ്കിൽ സിംഗിൾ ഒരാൾക്ക് മാത്രമായിട്ട് വരാൻ പറ്റില്ലേ? ഒരാൾക്ക് മാത്രമായിട്ട് സാർ വരുമ്പോഴും ഈ എക്സ്പെൻസ് തന്നെ ഉണ്ടോ? നഷ്ടമാണ് സാർ. അതാണ്, ഒരാൾ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ LMA വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫാമിലിയെ എൻ്റർടൈൻമെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ആസ് എ കൺസൾട്ടന്റ് നമ്മൾ എപ്പോഴും നല്ലത്. കാരണം ഫാമിലീസ് എന്ന് പറഞ്ഞാൽ 4 പേർക്ക് അവർക്ക് വരാമല്ലോ സെയിം എക്സ്പെൻസിൽ. ഇപ്പൊ ഒരാൾക്ക് കയറി വരാം, സെയിം എക്സ്പെൻസ് ആണ്, ഒരാളാണെങ്കിൽ 4 ആണെങ്കിലും ഇത് സെയിം ആണ്. കാരണം ഈ പ്രോസസ്സ് സെയിം ആണ്. കാരണം ജോബ് കൊടുക്കുന്ന മെയിൻ കാൻഡിഡേറ്റിനായിരിക്കുമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാർപ്പൻറ്റർ ജോലി ഇവിടെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ടർണറിന്റെ ജോലി കൊടുക്കുന്നു, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ കൊടുക്കുന്നു, അല്ലെങ്കിൽ നേഴ്സിന്റെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു IT കമ്പനിക്കാരൻ്റെ കൊടുക്കും. ഇതെല്ലാം ഓരോ സ്ഥാപനങ്ങളാണ് ഇത് കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അവിടുന്ന് ജോബ് ഓഫർ കിട്ടി. അപ്പോൾ ആ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ LMA ചെയ്ത് അവർ കൊടുക്കണം. LMA എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലായല്ലോ. ആദ്യത്തെ 3 മാസം അവർക്ക് ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട്, പിന്നെ രണ്ടാമത് കനേഡിയൻ ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞൊരു വിദേശി എടുക്കുകയാണ് അവർ. അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ പൈസ മേടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കിവിടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പോലും ഇവിടെ കാനഡയിൽ എന്തിനാ വന്ന് കമ്പനി രജിസ്റ്റർ ചെയ്ത്, എനിക്ക് അടുത്ത വർഷം കൊണ്ട് എനിക്ക് LMA എൻ്റെ കമ്പനിയിലേക്ക് ചെയ്യാൻ എനിക്ക്. മനസ്സിലായില്ലേ? ഞാനിവിടെ എന്തിനാ ചെയ്തത്? ഇവിടെ വന്ന് എന്തിനാ ഞാൻ ചെയ്തത്? എനിക്ക് IT കമ്പനിയാണ്, എനിക്ക് LMA ചെയ്യാം. അതിന് നിയമമുണ്ട്. ഇത്ര വർഷത്തെ ടാക്സ് അടയ്ക്കണം, ഇത്ര ഇതുണ്ടാവും. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ വന്നു, എനിക്ക് അടുത്ത വർഷം ഇതേ സമയം 2ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് LMA ചെയ്ത് തുടങ്ങാം. ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടി. ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമുക്ക് മിനിമം എത്ര ലേബറിനെ കൊണ്ടുവരും, അങ്ങനെ ഉണ്ടാവുമോ? ഇത് ഇത്ര ഒന്നുമില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്യാം സാർ. ഇപ്പം ഞാനിപ്പോൾ എന്താണ് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞു ബിസിനസ് വിസയുണ്ട്, ബിസിനസ് വിസയിൽ ഇപ്പം ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവരെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? അവര് അത്രയും നമ്മൾക്ക് പലതും ഈ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ നേരിട്ട് വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഐഡിയാസ് കുറേ ഉണ്ട്. ശരി സാറേ, അതുപോലെ നേരത്തെ ഓപ്പൺ വിസയെ പറ്റി പറഞ്ഞു, ക്ലോസ്ഡ് വിസ, ഓപ്പൺ വിസ. ഇപ്പൊ ഓപ്പൺ വിസന്റെ റിക്വയർമെന്റ്സ് എന്താണ്, എങ്ങനെയാണ്? ഈ ഓപ്പൺ വിസ എന്ന് പറഞ്ഞാൽ അത് ഇത്രേ ഉള്ളൂ സാറേ. ഇപ്പം LMA നമുക്ക് കിട്ടി. LMA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ സാറിന്? LMA എന്ന് പറഞ്ഞാൽ ലേബർ മാർക്കറ്റ് അസസ്മെന്റ് ചെയ്തെടുക്കുന്നതിനെയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജോബ് മാർക്കറ്റിൽ ഇട്ടിട്ട് ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എംപ്ലോയർ ചെയ്ത് ഒരു ഫോറിനറെ എടുക്കുന്നതാണ് LMA എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ തന്നെ 2 ടൈപ്പ് ഉണ്ട് അതിലെന്ന് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണം ഇപ്പൊ സാർ ഇപ്പം ഗൾഫിൽ പോവാണ്. ഗൾഫിൽ ഇപ്പം സാറിന് ഒരു വിസ തരുന്നു, അവിടുത്തെ ഒരു സ്പോൺസർ വിസ തരുന്നു. വിസ തന്നാലും സാറിന് ആ ഒരു കമ്പനി മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വിസ തന്ന കമ്പനി മാത്രമേ അതാണ് ക്ലോസ്ഡ് പെർമിറ്റ്. മനസ്സിലായില്ലേ? ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിയമമില്ല, നമ്മുടെ അടുത്ത് തന്നെ നിർന്നില്ല, നിനക്ക് എവിടെ വേണമെങ്കിലും ജോലി പോയി ചെയ്യാം. അതാണ് ഓപ്പൺ. അത് ലീഗലാണോ? അത് ലീഗൽ, എല്ലാം നമ്മൾ ചെയ്യുന്ന ലോയർ ത്രൂ ചെയ്യുന്ന, ഇന്ന് ഞാൻ പറഞ്ഞതോ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലീഗലേ ഉള്ളൂ. അല്ല, കാരണം ഗൾഫ് കൺട്രീസിൽ ഫ്രീ വിസ എന്ന് ഒരു ടേം ഉപയോഗിക്കും, പക്ഷേ ദർ ഇസ് നോ ഫ്രീ വിസ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അടിച്ചു കിട്ടുന്നതെങ്കിൽ നമുക്ക് എവിടെയും ജോലി ചെയ്യാം. ഓക്കെ. അതിന്റെ റിക്വയർമെന്റ്സ് എങ്ങനെയായിരിക്കും? റിക്വയർമെന്റ് സെയിം തന്നെയാണ്. ഇപ്പൊ ഓപ്പൺ കുറച്ചും കൂടെ ഡിമാൻഡ് കൂടുതലാണ് ക്ലോസ്ഡ് ആകലും. ഏതായാലും ആ സമയത്ത് ഒരു എംപ്ലോയർ എന്തായാലും വേണം. എംപ്ലോയർ ഇല്ലാതെ നമുക്ക് വർക്ക് പെർമിറ്റിലേക്ക് സ്കോർ വരാൻ പാടാണ് കാനഡയുടെ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച്. അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് തന്നെ നമ്മൾ കയറി വരണം, അല്ലെങ്കിൽ വിസിറ്റർ. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ബിസിനസ് വിസ, അതർ ഓപ്പർച്യൂണിറ്റി നമുക്കറിയാമല്ലോ. ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയ ഫണ്ട് ഇടാനുണ്ടെങ്കിലാണ് വലിയ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒക്കെ നിങ്ങൾക്ക് ഒരു നല്ല ഇൻക്യുബുലേറ്റർ, നല്ലൊരു ഐഡിയ ഉണ്ട് കാനഡയിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കാനഡയിൽ ഇതും ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ വളരെ കോസ്റ്റ് കുറവ്. പക്ഷെ അത് 1000 ആപ്ലിക്കേഷൻ ചെന്നാൽ 10-20 വിസയൊക്കെയാണ് സാങ്ഷൻ ആവുന്നത്, സ്റ്റാർട്ടപ്പ് വിസ. എംപ്ലോയറിനെ നമ്മൾ ഈ കാൻഡിഡേറ്റ് തന്നെ കണ്ടുപിടിക്കണം. വേണ്ട, LMAക്ക് സാറേ ജോബ് ഓഫറാ കിട്ടുന്നത്. LMA ആണ് അവർ ചെയ്യുന്നതെങ്കിൽ, LMA എന്ന് സാറിന് മനസ്സിലായല്ലോ? അല്ലാതെ LMA അവിടെ ചെന്ന് കഴിഞ്ഞാലേ ഉള്ളൂ. അല്ല, LMA നമുക്ക് അവിടുന്ന് ഫാമിലി സഹിതം വർക്ക് പെർമിറ്റ് സഹിതം കൊണ്ടുവരാം.
അവിടുന്ന് PR-ലാണ് വരുന്നത്. PR-നല്ല, അവിടുന്ന് വർക്ക് പെർമിറ്റിലേക്ക് വരുന്നത്. പിന്നെ PR ചെയ്തെടുക്കണം 2 വർഷത്തിനുള്ളിൽ. PR ആക്കി എടുക്കാം. അപ്പൊ അതിന് ഈ LMI കിട്ടാൻ വേണ്ടിയുള്ള എംപ്ലോയർ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ഇമിഗ്രേഷൻ ലോയർ കണ്ടുപിടിച്ച് തരും. അത് നമ്മൾ ഓപ്പൺ ഫോമിൽ കൂടെ പറയാൻ പറ്റത്തില്ല സാറേ, അതാണ് അറിയാലോ. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അത് ഫോം നമ്മള് ലോയർമാർ പറയുമ്പോൾ അവരുടെ ലൈസൻസും നമുക്കിപ്പം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. ലോയർമാർ പറയുമ്പോൾ പലതും പറയാൻ പറ്റുമോ അറിയാലോ. ഓക്കെ. അവരിത് എല്ലാവരുടെയും റെഡിയാ സാറേ, ഇഷ്ടം പോലെ LMI കിടക്കുക, മനസ്സിലായില്ലേ. ഇഷ്ടം പോലെ ജോബ് വേക്കൻസി വന്ന് കിടക്കുക. ഫണ്ടുള്ള ആളുകളുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ടോ, റെഡിയാണ്. അതാണ് ഞാൻ ടാറ്റ് ചോദിച്ചത്. ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ. അതായത് 2 ടൈപ്പ് ഉണ്ട്. ചില ജോബുകൾ പിന്നെ ഈ LMI ചെയ്തെടുക്കേണ്ടതാണെങ്കിൽ അതിന് 3 മാസം 4 മാസം സമയം എടുക്കും. LMI റെഡി ആയിട്ടുള്ള കേസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ 20 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ചെയ്ത് വിത്തിൻ നമുക്ക് 2-3 മാസത്തിനുള്ളിൽ അവർക്ക് കയറി വരാം വിത്ത് ഫാമിലി. ഇപ്പോ ഏതൊക്കെ ജോബുകൾ എല്ലാ സെക്ഷനിലുള്ള ജോബുകൾ എല്ലാത്തിലും ഉണ്ട് സാറേ, എല്ലാത്തിലും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ്. IT ജോബ് ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. കാർപ്പൻറ്ററിന്റെ ഉണ്ട്. നമുക്കത് അങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ കഴിയില്ല അല്ലെ, നമ്മൾ ചെയ്യാൻ പറ്റില്ല സാർ. ഇപ്പം നമ്മൾ ഈ സാധാരണ ഇവർ കണ്ടിട്ടില്ലേ, ഈ പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പം നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ ചെയ്യരുത്, ജോബ് എന്ന് പറഞ്ഞ് ചെയ്യരുത്. അതിന് പകരം കാനഡയിൽ ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ട്, കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അപ്പൊ എൻക്വയറി വരും. ഡ്രൈവേഴ്സ് ഒക്കെ വളരെ ഡിമാൻഡ് ഉള്ളതല്ലേ, ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ ലൈസൻസ് വേണം. ശരിക്കും ഇപ്പം വർക്ക് പെർമിറ്റ് ഇപ്പം കൂടുതൽ ഈ പഞ്ചാബീസ് അവരാണ് ഈ ട്രക്ക് ഡ്രൈവർമാരിലേക്ക് ഇപ്പോൾ വരുന്നത്. പക്ഷെ ട്രക്ക് ഡ്രൈവറിന് ഹൈലി ഡിമാൻഡാണ്, കാരണം ഹൈലി പേയ്മെന്റ് ആണ്. അതിന് കോടികളാണ് അവരുടെ ശമ്പളം. ഇന്ന് ഇവിടുത്തെ വലിയ IT-കാരൻ മേടിക്കുന്നതിനേക്കാൾ ശമ്പളം ആര് മേടിക്കുന്നുണ്ട്? ഡ്രൈവർമാർ മേടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈവിങ് കിട്ടണമെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതും കനേഡിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. അപ്പോൾ അങ്ങനെ സാധാരണ ചെയ്യുന്നവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസിറ്റ് വിസയൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ എഴുതി കനേഡിയൻ ലൈസൻസ് എഴുതി എടുക്കും അവർ. ഇപ്പോൾ എക്സാമ്പിൾ ഗൾഫിൽ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ വിസിറ്റ് വിസയെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് ഇവിടെ ടെസ്റ്റ് എഴുതിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ജോബ് ഓഫർ സിമ്പിൾ ആയിട്ട് LMI ചെയ്തെടുക്കാം. അങ്ങനെ വിസിറ്റ് വിസ വരുന്ന ഒരാളുടെ അതാണ് ചോദിച്ചത്, എന്തായിരിക്കും കോസ്റ്റ്, എന്തായിരിക്കും ബേസിക് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ വിസിറ്റിംഗ് വിസ അപേക്ഷിക്കുന്നതിന് 25,000 രൂപയെ നമ്മൾ സർവീസ് ചാർജ് മേടിക്കുന്നത്, മനസ്സിലായി. 24,900 ഓൾറെഡി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കനേഡിയൻ വിസയുടെ എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്നുള്ളത് അല്ലേ, വിസിറ്റ് വിസയ്ക്ക് വരാം. വിസിറ്റ് വിസയ്ക്ക് വരുമ്പോൾ 2 വിധത്തിൽ അതിനുള്ള ഡോക്യുമെന്റ് എന്തൊക്കെയാണ് വേണം ഇന്ന് തന്നെ ഞാൻ ഒന്നും കൂടെ ഫോർവേഡ് ചെയ്യാം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വിസിറ്റ് വിസ കിട്ടണമെങ്കിൽ കാനഡയിലേക്ക് വിസിറ്റ് വിസ അല്ല അമേരിക്ക ഏത് രാജ്യം ആയിക്കോട്ടെ വിസിറ്റ് വിസ കിട്ടണമെങ്കിൽ അവർ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ് ഓഫ് വിസിറ്റ് ആണ്, അല്ലേ, വിസിറ്റ് അല്ലേ. അപ്പം പർപ്പസ് ഓഫ് വിസിറ്റ് എന്ന് പറയുമ്പം അതിൽ എക്സാമ്പിള് ഇപ്പം ഞാനൊരു നയാഗ്ര വെള്ളച്ചാട്ടവും അല്ലെ ടൊറൻഡോ CN ടവറൊക്കെ കാണാൻ വേണ്ടി വരുന്നു, ഒരു 5 ദിവസത്തേക്ക് വരുന്നു എക്സാമ്പിൾ അല്ലേ. എനിക്ക് ഇവിടെ വരാം. അപ്പം വരുമ്പോൾ ഞാൻ എന്താ കാണിക്കണ്ടേ ഇവിടുന്ന്? അപ്പം എനിക്ക് ഇൻവിറ്റേഷനോ കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഇല്ല, ഞാനൊരു വിസിറ്ററാണ്. അപ്പോൾ അവർ നോക്കും എൻ്റെ ട്രാവൽ ഹിസ്റ്ററി, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവനാണോ ഇവൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവന് റിമാർക്കുകളുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കും അവർ. പിന്നെ ഈ വരുമ്പം ഞാൻ ഫണ്ട് കാണിക്കണം. ഇത്ര ദിവസം അവൻ്റെ ലക്ഷ്യം എന്താ, വിസിറ്റ് കൊടുക്കുന്നത്. നമ്മളൊരു ഫണ്ട് ഇവിടെ ഇറക്കിയിട്ട് പോകണം അല്ലേ. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ആ വിസ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോ മണി കാണിക്കുന്ന പോലെ ഒരു 10-15 ലക്ഷം രൂപ അല്ലെ 8-10 ലക്ഷം രൂപ അല്ലെ എത്ര ദിവസം നമ്മളിവിടെ തങ്ങുന്നു, അതിനുള്ള ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണം. ഒന്നത്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവന് ഉറപ്പുള്ള കാണിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ അസറ്റിന്റെ സർട്ടിഫിക്കറ്റുകൾ, അല്ല നമുക്ക് കമ്പനി ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സുകൾ അതെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ വെക്കണം. പ്ലസ് നല്ലൊരു ഐറ്റിനറി തയ്യാറാക്കണം. ഐറ്റിനറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററിയാണ്, അവിടെ നിന്ന് കയറുന്നു, എവിടെ താമസിക്കുന്നു, എത്ര ദിവസം എവിടെയൊക്കെ കറങ്ങുന്നു, ഇതെല്ലാം നമ്മൾ ഗ്രീൻവേൾഡ് ചെയ്തു തരും. നമ്മളെല്ലാം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം നമ്മൾ ചെയ്തു തരും. പിന്നെ ഷോമണി വേണമെങ്കിൽ ഷോമണി അസിസ്റ്റൻറ്റും നമ്മൾ ചെയ്തു തരും. ഇപ്പോൾ ഒരു 5-10 ലക്ഷം രൂപ ഒക്കെ കാണിക്കണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും. അതിനെല്ലാം പ്രത്യേകം കൊടുക്കണമെന്ന് മാത്രം വിസിറ്റ് വിസയ്ക്ക് വരാൻ. പിന്നെ ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്. ഇപ്പം എനിക്കിവിടെ ഒരു ആളുണ്ട്, എനിക്കിപ്പോൾ എക്സാമ്പിൾ ഗ്രീൻവേൾഡിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട്. ഗ്രീൻവേൾഡ് ഇപ്പോൾ ഈ ഫണ്ടൊന്നും ഫണ്ടല്ല, ഈ ഇവർക്ക് വലിയ നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി ഇല്ല, ഒരു പെട്ടെന്ന് റിജക്ഷൻ ആവാനുള്ള സാധ്യത ഇവനെ ഇതാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ കൊടുക്കുക എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്, നമ്മൾ അവരുടെ ചിലവ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ, ഇപ്പം നമ്മുടെ ലോയറിനെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം, ഒരു ഇൻവൈറ്റ് കൊടുക്കുക. അപ്പോൾ ഇൻവൈറ്റിന് ലോയർ പൈസ മേടിക്കും. അപ്പം പിന്നെ അതിനൊരു പ്രത്യേക ഫീസും കാര്യങ്ങളൊക്കെ അവർ മേടിച്ചിട്ടായിരിക്കും അവർ ചെയ്യുക. വിസിറ്റിങ്ങിന് IELTS ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. IELTS is not required. Only biometric ഉണ്ട്.
നമുക്ക്. പക്ഷെ നമുക്ക് ബയോമെട്രിക് മാത്രമേ ഉണ്ടാവുള്ളൂ കാനഡയ്ക്ക്. ഇതിൽ അമേരിക്ക ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. പക്ഷെ വിസിറ്റിങ്ങിന് വന്നിട്ട് നമുക്ക് പിന്നെ PR അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നീട് IELTS എടുക്കേണ്ടി വരുമോ? പിന്നീട് നമുക്ക് വർക്ക് പെർമിറ്റിലേക്കോ LMAയിലേക്കോ പോകണം. നമുക്ക് PR-ലേക്ക് പോകുമ്പോൾ നമുക്ക് IELTS സ്കോർ ഉണ്ടെങ്കിലാണ് മിനിമം, അതാണ് പറഞ്ഞത്, 4.5 സ്കോർ. ഈ റൂറൽ ടൈപ്പ് ഉള്ള കാര്യങ്ങൾക്ക് 4.5 സ്കോർ ഉണ്ടായിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ആർക്കും എഴുതിയെടുക്കാവുന്നതാണ്. മനസ്സിലായി? ഒരു 12ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആരെയും നമുക്ക് എടുക്കാം, പ്രശ്നമില്ല. മിനിമം ഒരു 4.5 സ്കോറുള്ള റൂറൽ രീതിയിൽ ചെയ്യാം. പ്ലസ് ഒരു 5.5 ഉള്ളവന് വേറെ ഇത്. പിന്നെ ഓരോന്നിനും ക്ലാസ് അനുസരിച്ച്, ഇപ്പോൾ ഒരു നല്ല പ്രൊഫൈലുള്ള ഒരാളാണ്, അവന് നല്ലൊരു ജോബാണ്, അവന് IELTS സ്കോർ കുറവാണ്, അവന് ലോ പ്രൊഫൈലായിട്ട് അവർ കണക്ക് കൂട്ടുള്ളൂ. കാരണം നല്ല പ്രൊഫൈൽ ഇപ്പോഴത്തെ ഡിഗ്രി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത്, അവൻ ഇംഗ്ലീഷിൽ മോശമാണെങ്കിൽ, ഇംഗ്ലീഷ് ഫ്രഞ്ച് ഉള്ളവർക്കാണ് എപ്പോഴും പ്രയോറിറ്റി. ഇത് ഇവിടുത്തെ പ്രൈമറി ഫസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കുകയും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചാണ് ഇവിടെ. ഈ കഴിഞ്ഞ ദിവസം 6000 പേരെ എടുത്തു. ഫ്രഞ്ച് സ്പീക്കിംഗ് ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് ഹൈലി ഇതാണ് വാല്യൂ, മീൻസ് നമുക്ക് സ്കോർ കൂടുതൽ കിട്ടും. 6000 പേരാണ് ഫ്രഞ്ച് കാറ്റഗറിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എടുത്തത്. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച 1900 മിസ് ചെയ്തു. എന്തോ വിസിറ്റ് വിസയുടെ ലെറ്റർ മേടിച്ചിട്ട്, അവിടെ ഉള്ള ഒരു ആളുടെ ഇൻവിറ്റേഷൻ ലെറ്റർ മേടിച്ച് അടുത്ത പ്രൊസീജിയർ മിസ് ചെയ്തു, കേൾക്കാൻ പറ്റിയില്ല. അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ വേണമെങ്കിൽ ഇപ്പം ട്രാവൽ ഹിസ്റ്ററി ഒക്കെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, അതിനൊരു കോസ്റ്റ് വരത്തില്ല. ലെറ്ററിന് ഒരു റിസ്ക് എടുക്കില്ലല്ലോ സാർ. ഇപ്പൊ ഒരാളെ, ഒരു അറിയത്തില്ലാത്ത ഒരാളെ ചാർജ് മേടിക്കും. അല്ല, അത് എത്രയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? അതെല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് പറയാം സാർ. ഇതിനകത്ത് നമുക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോം അല്ലേ. അതെ, കോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിൽ കൂടെ പറയാം. എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വളരെ ലീഗലായിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള ഇപ്പം സാധാരണ ഒരു എന്താ പറയുക, ഒരു കൺസൾട്ടൻസി മോഡൽ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പക്കാ ലോയർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇവിടുത്തെ, നമുക്കറിയാമല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെയും കൂടെ അവർ ഒരു കേസ്, ഇവരൊക്കെ കോർട്ടിൽ കേസ് വാദിക്കുന്നവരാണ്, ഓരോ ഫയലിംഗ് ചെയ്യുന്നവരാണ്, ഓരോ കാര്യം അങ്ങനെയുള്ളവരാണ്. ദേ ആർ നോട്ട് എ കൺസൾട്ടൻറ്റ്, ഐ മീൻ കൺസൾട്ടൻസി. ദേ ആർ ദ ലോയേഴ്സ്, രജിസ്റ്റേർഡ് ലോയേഴ്സ്. അതുകൊണ്ടാണ് IRCCയുടെ സൈറ്റിൽ പോലും ഇവരുടെ എന്താണ് പിന്നെ RCICയുടെ റെഗുലേറ്ററി ഇവരുടെ എല്ലാം നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ലീഗൽ അല്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രൊഫൈലാണത്, എന്താ പറയുക, അവരുടെ പ്രൊഫഷനാണത്. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെയുള്ള ആളുകൾ മാത്രമായിട്ടാണ് നമ്മുടെ ഫയലിങ്ങും കാര്യങ്ങൾ ചെയ്യുള്ളൂ. നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഗ്രീൻ വേൾഡ് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ചെറിയ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ഒത്തിരി പേര് അവിടുന്ന് ഓഫർ കിട്ടി, ഇവിടുന്ന് ഓഫർ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പൈസ മേടിക്കാനുള്ള തട്ടിപ്പാണ്. വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് സത്യസന്ധമായിട്ട് ചെയ്യാം. എന്നാൽ വളരെ എലിജിബിലിറ്റി ഉള്ള ഒരാൾക്ക് നമുക്ക് വളരെ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. Any more doubts? I think I covered all the questions and answers. ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിയ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് പറയുന്നു. ക്ലയൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ, ഒരുപക്ഷെ അല്ലെങ്കിൽ ഓണേഴ്സ് ഉണ്ടായിരിക്കാം, സ്റ്റാഫ്സ് ഉണ്ടായിരിക്കാം. എല്ലാവർക്കും ഇന്നത്തെ ഒരു മീറ്റിംഗ്. ഇനി നമ്മൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ലോയേഴ്സ് ഓരോ സബ്ജക്റ്റുമായിട്ട് വരും. അന്നുള്ള കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻസുമായിട്ട് വരും. ഡെഫിനറ്റ്ലി ദിസ് എ ഗ്രേറ്റ് ടൈപ്പ്. നമുക്ക് നല്ല രീതിയിൽ കൂടെ, നമുക്കറിയാം ഈ കാനഡ എന്ന് പറയുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പം അത് നമ്മളത് കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ കൂടെ ചെയ്യുന്നവർക്ക് എന്നും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാനഡ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളും നിങ്ങൾ കാനഡ മൈഗ്രേഷൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് കാനഡയിൽ ഓഫീസും കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് വളരെ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. Any more questions? Let's wind up. ഇതുപോലെ ഓസ്ട്രേലിയയുടെ കൂടെ ചെയ്താൽ നന്നായിരിക്കും. എന്താ സാറേ? ഓസ്ട്രേലിയ ഉണ്ടാവും. ഓസ്ട്രേലിയ പക്ഷേ ഡിഫിക്കൽട്ട് ആണ്. ഓസ്ട്രേലിയ സ്കോർ ഭയങ്കര ഹൈ ആണ്. ഇതിപ്പോൾ IRCC എന്ന് പറയുന്ന പോലെ ഓസ്ട്രേലിയയുടെ വരുന്നത് എന്താണ്, മാരയാണ്. മാരയുടെ ലോയർ അടുത്ത പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഉടനെ തന്നെ എത്തുന്നതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഹൈ. നമ്മളെടുക്കുന്ന എഫോർട്ട് ഭയങ്കര
കൂടുതലായിരിക്കും. നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഓസ്ട്രേലിയയിലെ സ്കോർ ഇപ്പോൾ ഭയങ്കര ഹൈ ആണ്. നിയർ അബൌട്ട് 90 സ്കോർ, 85ൻ്റെ മേളിൽ 90 സ്കോർ ഉള്ളവർക്കാണ് ഇപ്പം കിട്ടുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഹൈ തന്നെയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു മാരായുടെ ഒരു ലോയർ അധികം താമസിയാതെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നതായിരിക്കും. ജർമ്മനി ഓൾറെഡി നമ്മൾ ചെയ്യുന്നതാണല്ലോ. ജർമ്മനി ഇപ്പം ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ട്, അക്ഷയ് ചോദിച്ചിട്ടുണ്ട്, ജർമ്മനി ഓൾറെഡി നമ്മൾ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ FSC, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ജർമ്മനി ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റഡി. പക്ഷേ PR ഈ കാനഡയും ഓസ്ട്രേലിയ ഒഴിച്ച് നമ്മൾ ഇന്ന് PR ആണ് നമ്മൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് എമിഗ്രേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ബാക്കി എല്ലാ കൺട്രികളും ഡയറക്റ്റ് PR കൊടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ PR കൊടുക്കുന്ന കാനഡയും രണ്ടാമത് ഓസ്ട്രേലിയയുമാണ്. വേറെ ഒരു രാജ്യവും ഡയറക്റ്റ് PR കൊടുക്കുന്നില്ല. അവിടെയൊക്കെ PR കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഒരു ഇതിലേക്ക് മാറണമെങ്കിൽ ആ രാജ്യത്ത് ജോലി ചെയ്ത് 3, 4, 5 വർഷം കഴിയുമ്പോൾ അവരുടെ ഒരു അവരുടെ ഒരു ഇത്ര റവന്യൂ മേടിക്കുന്നത്, അല്ല ഇത്ര ടാക്സ് അടച്ചു, അല്ല ഇത്ര സാലറി ആയി എന്നുള്ള ലെവൽ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഓരോ അവരുടെ പ്രൊവിൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ഏരിയ അനുസരിച്ച് അവർ അപ്ലൈ ചെയ്യണം. അതിന് വേക്കൻസി അനുസരിച്ച് അപേക്ഷ കൊടുത്ത് അങ്ങനെ ആണ് ഓരോ രാജ്യത്തും PR എലിജിബിൾ ആവുന്നത്. മറ്റുള്ള യൂറോപ്യൻ കൺട്രികളൊക്കെ. പക്ഷേ കാനഡയും ഓസ്ട്രേലിയയും മാത്രമാണ് ഇന്ന് ലോകത്തിൽ ഡയറക്റ്റ് PR എടുക്കുന്ന, അല്ലെങ്കിൽ വിദേശിയെ അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ, അവരുടെ സ്കോർ ആണെങ്കിൽ നേരിട്ട് എടുക്കുന്ന ഈ 2 രാജ്യങ്ങൾ മാത്രമാണ്. ഓസ്ട്രേലിയ ഇപ്പോൾ ഹൈ സ്കോറാണ്. പക്ഷേ ഇപ്പം കാനഡ ഇപ്പം ഭയങ്കരമായിട്ട് ലിബറൽ ആയിട്ടുണ്ട്. അവരുടെ പല സ്ട്രീമിലും പല സ്കോറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കിൽ ആളുകളെ വളരെ ചെറിയ സ്കോറിൽ എടുത്തു. അതുപോലെ തന്നെ ഹൈ സ്കോറിൽ എടുത്തു, ഫ്രഞ്ചോ, അങ്ങനെ സെഗ്മെന്റ് വൈസ് ഇപ്പോൾ അവരെടുക്കുകയാണ്. അവരുടെ ഡിമാൻഡ് അനുസരിച്ച്. ഇപ്പം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ്, ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ഫെഡറൽ, നമ്മൾ നാഷണൽ എന്ന് പറയുന്ന പോലാണ് ഫെഡറൽ, പിന്നെ പ്രൊവിൻസസ് ഉണ്ട്. അതുകൂടാതെ ഇപ്പം ലോക്കൽ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. നമ്മുടെ പോലെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന പോലെ ലോക്കൽ ലെവലിൽ പോലും ഇപ്പോൾ ആളുകൾക്ക് ഹയർ ചെയ്യാന്നുള്ള ലെവലിലേക്ക് വരുവാണ്. അതാണ് പുതിയ കുറേയധികം നിയമങ്ങളും കാര്യങ്ങളും വരുന്നു എന്ന് പറഞ്ഞത്. അപ്പം അതും നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാം. എനി മോർ ക്വസ്റ്റ്യൻസ്? നമുക്ക് ലെറ്റ് us wind up. ഓക്കെ, താങ്ക് യു ഫോർ ഈ ഒരു സമയത്ത് എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറയുന്നു. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും 100 വിസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രീൻ വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ വേൾഡ് എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രാൻഡിനെ, നിങ്ങളുടെ സ്ഥാപനത്തെ വലിയ ഒരു ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഓരോ കഷ്ടപ്പെടുന്നത്. ലോകം മുഴുവൻ യാത്ര ചെയ്ത് ഓരോ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെയുള്ള ടൈപ്പുകളും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ബ്രാഞ്ചിന് ഒരു 100 വിസ, കുറച്ച് സ്റ്റുഡൻറ് വിസയും കുറച്ച് മൈഗ്രേഷനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം കൂടെ ചേർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെ ബ്രാൻഡ് ചെയ്ത്, നിങ്ങളുടെ സ്ഥാപനം ഈ വർഷം 2024 നമ്മൾ ഓൾറെഡി ഡ്രീം സെറ്റ് ചെയ്താണ് തുടങ്ങിയപ്പം തന്നെ ഒരു ഗോൾഡൻ ഇയർ ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ പരിശ്രമിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ മാസം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ UK പോവുകയാണ്. UK നമ്മുടെ സെയിം ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെയും അവിടുന്ന് ഞാൻ വെബിനാർ നടത്തുന്നതാണ് അടുത്ത ദിവസം തന്നെ. അവിടെയും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അതിനുശേഷം നമ്മളൊരു കോമൺ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങളെ ബ്രാൻഡ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു കാരണം മാത്രമാണ് ഗ്രീൻ വേൾഡും ഞങ്ങളും എല്ലാം, ഞാനും ഞങ്ങളുടെ ടീമുകളും ഉള്ളത്. നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.